ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ പായസം റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാരറ്റ് സാഗോ പായസമാണ് കേട്ടോ. നല്ല സിമ്പിളുമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് നിറയെ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് അളവിൽ ചൗവരി സാഗോ റൈസ് ഇല്ലേ, അത് വലിയ സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അവിടെ അടച്ച് വെക്കാം. ഒരു 3/4 മണിക്കൂർ, ഒരു അര ടു 3/4 മണിക്കൂർ എന്തായാലും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പായസം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് നോർമൽ അറിയാലോ, റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെയിം നെയ്യിലേക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് 2 വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക കേട്ടോ. ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. പിന്നെ നമ്മളിപ്പോൾ ഇത്രയ്ക്ക് ഇട്ടില്ലേ, ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചുരുങ്ങി വരും കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വരും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ കളറും നന്നായിട്ട് മാറി ഒന്ന് ചുരുങ്ങി വന്നല്ലോ. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 3.5 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml മെഷറിംഗ് കപ്പിലാണേ. പിന്നെ പാൽ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ പാലിൻ്റെ ടേസ്റ്റ് തന്നെ മുന്നിൽ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് ഞാൻ. ഇനി ഇതുപോലെ ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാല് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ക്യാരറ്റിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മധുരം ഇതിലും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നിങ്ങൾ നോക്കിയിട്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചിട്ട് അത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായി പാൽ ഇതുപോലെ തിളച്ച് വരാൻ തുടങ്ങുമ്പം തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സാഗോ റൈസ് ഇല്ലേ, അത് വെള്ളം നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സാഗോ റൈസ് നല്ലപോലെ വെന്ത് കിട്ടണം. ഇത് നമ്മൾ കുതിർത്ത് വെച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക കേട്ടോ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ ഇതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ചെറിയ രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ക്യാരറ്റ് വഴറ്റി വെച്ചിട്ടില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ, ഇനി ബാക്കിയുള്ള ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് സാഗോ മൊത്തത്തിൽ വെന്തും കിട്ടും. നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര ക്യാരറ്റിലും സാഗോയിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം നോക്കിയാൽ നല്ലപോലെ കളറൊക്കെ മാറി വന്നില്ല, അടിപൊളി കളറായിട്ടുണ്ട്. ഒരു പാകത്തിനുള്ള കുറുകിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ സാഗമൊക്കെ നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് കൂടരുത്, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഈ ഒരു തിക്നെസ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ, കാരണം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് കുടിക്കുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഒന്നുകൂടി തിക്കായിട്ട് വന്നോളേ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം കുടിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നുള്ളൂ. നല്ല പാകത്തിനുള്ള തിക്കും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ആയിട്ട്. എന്തായാലും വിഷു അല്ലേ, അപ്പോൾ വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റില്ല, നല്ല സിമ്പിളായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്